ഹായ് ഫ്രണ്ട്, ഞാനിന്ന് എൻ്റെ മക്കളെയും കൊണ്ട് നമ്മുടെ ചാലിയാറിലൂടെ ഒരു സ്പീഡ് ബോട്ട് സവാരി നടത്താൻ പോവുകയാണ്. നമ്മുടെ ചങ്ക് സുഹൃത്ത് റഫീഖിൻ്റെതാണ് കേട്ടോ ബോട്ട്. റഫീഖ് ഇപ്രാവശ്യം പിന്നെ ടൂറിസം വകുപ്പിൻ്റെ ഒരു 5 ബോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്. അത് വിൽക്കാനുള്ളതാണ്. അതിലൊന്ന് ഫൈബറിൻ്റെ സ്പീഡ് ബോട്ടിലാണ് ഇന്ന് മക്കളായിട്ടുള്ള യാത്ര. 3 മക്കളും അതിൻ്റെ 2 മക്കളും, ഞങ്ങൾ 5 പേര്, പിന്നെ രണ്ടാളും 5ഉം 2ഉം 7 പേര്. ഞങ്ങൾ ഈ 7 പേരും കൂടി സ്പീഡ് ബോട്ടിൽ ചാലിയാറിലൂടെ ഒരു യാത്ര. അങ്ങനെ ഞാനും മക്കളും ബോട്ടിൻ്റെ അടുത്തെത്തിയിട്ട് നമ്മൾ റഫീഖാണ് അവൻ്റെ സ്പീഡ് ബോട്ടിൽ ഉള്ളത്. പുറത്ത് പോകാൻ്റെ ബോട്ട് തന്നെയാണ്, നോർമൽ ബോട്ടാണ്, മറ്റേ സാധാരണ ബോട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ബോട്ട് പോകാനും വേണ്ടിയിട്ട് സ്പീഡ് ബോട്ടൊന്ന് റെഡി ആക്കുകയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ യാത്രക്ക് പുറപ്പെടാൻ സമയമായി. അങ്ങനെ ഞാനും മക്കളും ബോട്ടിൽ കയറി. ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ടാക്കുകയാണ്. എൻജിൻ സ്റ്റാർട്ടായിട്ട് ഞങ്ങൾ ഇനി ബോട്ടിലേക്ക് ഒരു സവാരി നടത്തുക. അപ്പം അങ്ങനെ ബോട്ട് സ്റ്റാർട്ടായി. ചെറുതായിട്ട് ആക്സിലേറ്ററൊക്കെ കൊടുത്ത് ബോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. സ്പീഡില്ലേ പോരെ സ്പീഡ്. നമ്മുടെ പുഴയിൽ കണ്ടോ കാക്ക, കടൽക്കാക്കയാണ്. വെള്ളത്തിലൊക്കെ പോകും. വെള്ളത്തിൽ കുറേ നേരം കഴിഞ്ഞിട്ട് കൊണ്ടു. നമ്മളെ എങ്ങനെയുണ്ട്? ഒരു വീഡിയോ എടുത്തു. വീഡിയോയിൽ പോവാം. വീഡിയോ എടുത്തു. അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തണൽ കണ്ടപ്പോൾ റഫി പറഞ്ഞു നമുക്കൊന്ന് തണലത്ത് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ട് കരക്ക് ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കുമ്പോഴാണ് ബോട്ടിൻ്റെ എൻജിന് ഒന്ന് ചളിയിൽ അങ്ങോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ചളി പൂണ്ട ബോട്ടിൻ്റെ എൻജിന് പുറത്തെടുത്ത് റഫീഖ് അതൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും പോകാനുള്ള പരിശ്രമം നടത്തിയാണ് കേട്ടോ. കേൾക്കുന്നുണ്ടോ? അടിപൊളിയാ, അടിപൊളിയാ. അവിടെ ഇരിക്കാൻ പറ്റും. അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ബാലൻസിങ്